Hello, good morning. Seena ma'am join ആയിട്ടുണ്ടോ? Seena ma'am? Morning. Okay. Good morning. തുടങ്ങാല്ലേ മാം? തുടങ്ങാം മാം. ഓക്കെ. എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് ആശംസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ സെഷനിലേക്ക് നമുക്ക് പോവാം. ഇന്നത്തെ ടോപ്പിക് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സൈലൻസ് ആസ് സൂപ്പർ പവർ. ഞാൻ അധികം അതിനെക്കുറിച്ച് പറയേണ്ടതില്ല. അതായത് ഇപ്പോഴന്നെ നമ്മൾ സൈലൻസിന്റെ ഒരു പവർ നമ്മൾ ഫീൽ ചെയ്തു എല്ലാവരും മെഡിറ്റേഷനിലൂടെ. അപ്പോൾ എന്നിരുന്നാലും ഇന്നത്തെ ഇതിനെക്കുറിച്ച് ഞാൻ എടുക്കാനുള്ള കാരണം, അല്ലെങ്കിൽ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമുക്ക് സംസാരിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ചില ആളുകൾ അല്ലെങ്കിൽ ഈ നിശബ്ദത അല്ലെ സൈലൻസ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരാളുടെ ദൗർബല്യമായി നമ്മൾ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ചിന്തിക്കാറില്ലേ? അതായത് ഒരാൾ സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ അയാളുടെ ഒരു വീക്ക്നെസ് ആയിട്ട് പലപ്പോഴും കരുതാറുണ്ട്. യഥാർത്ഥത്തിൽ അത് അയാളുടെ ഒരു ദൗർബല്യമാണോ? അല്ല. പലപ്പോഴും ഈ സൈലൻസ് എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ള, വളരെ പവറായിട്ടുള്ള ഒരു ടൂളാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ സൈലൻസിന്റെ നിശബ്ദതയുടെ പ്രത്യേകതകളും അത് നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് വളരെയധികം യൂസ്ഫുൾ ആവാറുമുണ്ട്. അപ്പൊ അതിന്റെ പ്രത്യേകതകളിലൂടെ നമുക്കൊന്ന് പോവാം. അതായത് ഏതൊരു നിശബ്ദതയ്ക്കും ശബ്ദമുണ്ട് എന്നാണ് ഞാൻ ഇവിടെ പറയുന്നത്. ആദ്യത്തെ പ്രത്യേകത നമുക്ക് നോക്കാം. ഒന്നാമത്തതായി, സൈലൻസ് ആസ് ആൻ ഇന്നർ പവർ. അതായത് നിശബ്ദതയിലൂടെ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പലപ്പോഴും ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു നമ്മുടെ പ്രാർത്ഥന ആയിക്കോട്ടെ, യോഗ, മെഡിറ്റേഷൻ, ഇവിടെയൊക്കെ നമ്മൾ ഏതിലൂടെയാണ് നമ്മൾ ആരംഭിക്കുന്നത്? നിശബ്ദതയിലൂടെയാണ്. അതായത് സൈലൻസിലൂടെയാണ് നമ്മൾ ഇതിനൊക്കെ തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ഈ സൈലൻസിലൂടെ ഞാനതൊരു ഇക്വേഷനിലൂടെ പറയുകയാണെങ്കിൽ, സൈലൻസ് ഈസ് ഈക്വൽ ടു സെൽഫ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയാം. അതായത് നിശബ്ദതയിലൂടെ നമുക്ക് നമ്മളെ തിരിച്ചറിയാനും നമ്മളെ കണ്ടെത്താനും നമുക്ക് സാധിക്കും. അങ്ങനെ സൈലൻസിലൂടെ നമ്മുടെ അതായത് പ്രകൃതിയിലേക്ക്, ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നത് നിശബ്ദതയാണ്. അപ്പൊ നിശബ്ദതയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ ഒരു സൂഫി പോയറ്റായ റൂമിയുടെ വാക്കുകൾ ഞാനിവിടെ ഓർമ്മിക്കുകയാണ്. വായിച്ച വാക്കുകളാണ്. സൈലൻസ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ഗോഡ്. അതായത് ദൈവത്തിന്റെ ഭാഷയാണ് നിശബ്ദത. അതെ, നമ്മളുടെ ഈ നിശബ്ദതയിലൂടെ നമ്മൾ നിശബ്ദത ആയിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രകൃതിയെ, അതേപോലെ തന്നെ ദൈവത്തിന്റെ അപ്പോൾ അതിലേക്കൊക്കെ നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്നത് പലപ്പോഴും സൈലൻസ് ആണ്. പഴയ അതുപോലെ തന്നെ ശ്രീബുദ്ധന്റെ ഒരു സ്റ്റോറി ഞാൻ വായിച്ചിട്ടുണ്ട്. അതില് പലപ്പോഴും ശ്രീബുദ്ധൻ 3 ദിവസം 7 ദിവസം ഇങ്ങനെ മൗനവ്രതത്തിൽ ഇരിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ ചോദിച്ചു, അങ്ങ് ഇങ്ങനെ 7 ദിവസത്തെ മൗനവ്രതത്തിന് ശേഷം അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് ഈ ഒരു മൗനവ്രതത്തിലൂടെ അല്ലെങ്കിൽ സൈലൻസിലൂടെ, നിശബ്ദതയിലൂടെ അങ്ങ് എന്താണ് കണ്ടെത്തുന്നത്? യാതൊന്നും സംസാരിക്കാതെ അങ്ങ് 7 ദിവസം ഇങ്ങനെ ഇരുന്നപ്പോൾ അങ്ങ് എന്താണ് കണ്ടുപിടിച്ചത്? അപ്പൊ വളരെ പുഞ്ചിരിയോടുകൂടി ബുദ്ധൻ മറുപടി നൽകി തൻ്റെ ശിഷ്യനോട്, ഞാൻ കണ്ടെത്തിയത്
മനുഷ്യന്റെ ശബ്ദമാണ്, അവന്റെ ഹൃദയത്തിന്റെ ശാന്തതയാണ്. അതായത് നമ്മളെ കണ്ടെത്താനും നമ്മളെ മനസ്സിലാക്കാനും നമുക്ക് ഈ പലപ്പോഴും നിശബ്ദത വളരെയധികം ഉപയോഗമാകാറുണ്ട്. അപ്പോൾ അതായത് അവരുടെ ഇന്നർ പവറിനെ തിരിച്ചറിയാൻ നിശബ്ദതയിലൂടെ സാധിക്കുന്നു. രണ്ടാമത്തെ പ്രത്യേകത നമുക്കൊന്ന് നോക്കാം. സൈലൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൈലൻസ് ആസ് ആൻ ഇമോഷണൽ സ്ട്രെങ്ത്. പലപ്പോഴും നമുക്കറിയാം, നമ്മൾ വളരെയധികം പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളുകൾ ഉണ്ടാവാം. പലപ്പോഴും പല ബന്ധങ്ങളെയും ഇല്ലാതാക്കുന്നത് ഇത്തരം പൊട്ടിത്തെറികളാണ്. ദേഷ്യത്തിലൂടെയുള്ള കാര്യങ്ങൾ. ദേഷ്യം പിടിക്കുമ്പോൾ നമ്മൾ എന്താണ് സംസാരിക്കുന്നത് പോലും നമുക്കറിയില്ല. പല ബന്ധങ്ങളെയും ഈ ദേഷ്യം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉറക്കെ നമ്മൾ വാദപ്രതിവാദങ്ങൾ നടത്തുമ്പോൾ പല ബന്ധങ്ങളെയും അത് ഇല്ലാതാക്കാറുണ്ട്. അപ്പൊ നമ്മളുടെ ഈ ദേഷ്യം പിടിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന നമ്മൾ ആകെ വളരെ ഇമോഷണൽ ആയിട്ട് നമ്മൾ പല ചെറിയ പ്രശ്നങ്ങളെ പോലും നമ്മൾ വലിയ വലിയ പ്രശ്നങ്ങളാക്കി മാറ്റാറുണ്ട്. അതുകൊണ്ട് തന്നെ അതായത് പലപ്പോഴും അവിടെ ഞാൻ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ വാക്കുകൾ ഓർക്കുകയാണ്. വാചകം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ വെൻ യു ആർ ആംഗ്രി, അല്ലെ, നമുക്ക് എപ്പോഴാണോ ദേഷ്യം വരുന്നത് അപ്പോൾ നമ്മൾ എന്താക്കരുത്, സംസാരിക്കരുത്. അത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ വെൻ യു ആർ ആൻ ആംഗ്രി ബി സൈലന്റ്. നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ സംസാരിക്കരുത്. അത് വളരെ അർത്ഥവത്തായ വാക്കുകളാണ്. ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്താണ് സംസാരിക്കുന്നത് നമുക്ക് അറിയില്ല. അപ്പോൾ അവിടെ ഇത്തരം സിറ്റുവേഷനിലൊക്കെ നമ്മൾ വളരെ സൈലന്റായി നിന്ന് കഴിഞ്ഞാൽ പലപ്പോഴും പല പ്രശ്നങ്ങളെയും, അവിടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളെയും നമുക്ക് വളരെ കൂളായിട്ട് ആ സാഹചര്യത്തെ നമുക്ക് വളരെയധികം നല്ലൊരു രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അതേസമയം നമ്മൾ അവിടെ ബഹളം വെക്കുകയാണെങ്കിൽ പലപ്പോഴും പല ബഹളങ്ങളും അല്ലെങ്കിൽ ചിലപ്പോൾ ശബ്ദങ്ങൾ നമ്മളെ പലപ്പോഴും പല രീതിയിൽ പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകാറാണുള്ളത്. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ വളരെ സൈലന്റ് ആയിട്ട് ഇരിക്കുക. അപ്പൊ നമുക്കതൊരു ശരിക്കൊരു ഈ സൈലൻസ് എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ സ്ട്രെങ്ത് ആണ്. ഓക്കെ, ഇനി തേർഡ് പോയിന്റ്, സൈലൻസ് ആസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടൂൾ. സൈലൻസ് ആസ് കമ്മ്യൂണിക്കേഷൻ ടൂൾ. ഈ നിശബ്ദത എന്ന് പറയുന്നത് പലപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾ ആവാറുണ്ട്. നമുക്ക് അത്ഭുതം തോന്നുന്നു, അല്ലേ? അതായത് എങ്ങനെയാണ് നിശബ്ദത ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾ ആവുന്നത്? അത് ഞാൻ നിങ്ങൾ ഒരു വാചകം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് സൈലൻസ് പലപ്പോഴും ലൗഡർ ദാൻ വേർഡ്സ് എന്നാണ് പറയാറുള്ളത്. നിശബ്ദത പലപ്പോഴും വാക്കുകളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കാറുണ്ട്. സൈലൻസ് സംടൈംസ് ലൗഡർ ദാൻ വേർഡ്സ്. അതെ, ചില നമ്മുടെ ചില സമയങ്ങളിൽ ഈ നിശബ്ദത എന്ന് പറയുന്നത് നമ്മുടെ വാക്കുകളെക്കാൾ വളരെയധികം ഉച്ചത്തിൽ സംസാരിക്കാറുണ്ട്. അതിനൊരു ഉദാഹരണം പറയാണ്, ഞാൻ വായിച്ചതാണ്. എബ്രഹാം ലിങ്കൺ ക്യാബിനറ്റിൽ ഒരിക്കൽ അദ്ദേഹത്തിനെതിരെ ഒരു മിനിസ്റ്റർ വളരെ അധികം ഷൗട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെ എതിർത്ത് സംസാരിച്ചു. ഈ അവസരത്തിൽ അദ്ദേഹം ഒന്നും മിണ്ടാതെ അതെല്ലാം കേട്ടു. അങ്ങനെ അത് കഴിഞ്ഞു. അങ്ങനെ ആ മീറ്റിംഗ് കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അതേ മിനിസ്റ്റർ വന്ന് അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞു. തൻ്റെ മിസ്റ്റേക്ക് വളരെയധികം എനിക്ക് മനസ്സിലായെന്നും അതുപോലെ തന്നെ ആ ഒരു മിസ്റ്റേക്ക്, ആ ഒരു പ്രശ്നം, ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെ അങ്ങയോട് നിങ്ങളോട് പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മിനിസ്റ്റർ സോറി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഈ ഒരു സാഹചര്യത്തെ എബ്രഹാം ലിങ്കൺ അവിടെ മൗനത്തിലൂടെ അല്ലെ നിശബ്ദതയിലൂടെ അദ്ദേഹത്തിന് വ്യക്തമായ ഉത്തരം നൽകുകയായിരുന്നു. അല്ലെ ഇങ്ങനെ വളരെയധികം മനസ്സിലാക്കാൻ അവിടെ ആ മിനിസ്റ്റർക്ക് അദ്ദേഹത്തെ കഴിഞ്ഞു. അപ്പം ഇങ്ങനെയുള്ള പല രീതികളുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സൈലൻസ് സ്പോക്ക് ടു ബി സ്ട്രോങ്ങർ ദാൻ വേർഡ്സ്. പലപ്പോഴും സൈലൻസ് വളരെ
ശക്തിയുള്ളതാണ്. വാക്കുകളേക്കാൾ ശക്തി പലപ്പോഴും ഏതിനുണ്ടാവാറുണ്ട്? നിശബ്ദതയ്ക്ക് ഉണ്ടാവാറുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും പല അവസരങ്ങളിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നെ നമുക്ക് ഓരോരുത്തർക്കും അറിയാം, പല അവസരങ്ങളിൽ നമ്മുടെ ഈ ഒരു നിശബ്ദത പലപ്പോഴും എന്താണ്, പല സിറ്റുവേഷനിലും നമുക്ക് അത് വളരെയധികം നമ്മളെ വാക്കുകളേക്കാൾ എഫക്റ്റീവായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ ഉള്ള ഒരു പവർ കൂടി നമ്മുടെ നിശബ്ദതയ്ക്കുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു നമ്മുടെ ഇതിഹാസമായ മഹാഭാരതത്തിലേക്ക് ഒന്ന് എത്തി നോക്കുമ്പോഴും അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് അതാണ്. അതായത് അർജുനൻ പലപ്പോഴും യുദ്ധവേളയിൽ പതറി നിൽക്കുന്ന സന്ദർഭങ്ങളുണ്ട്. ആ ഒരു അവസരത്തിൽ ശ്രീകൃഷ്ണൻ ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്നുണ്ടെങ്കിലും പല സമയങ്ങളിലും ശ്രീകൃഷ്ണൻ മൗനമായി പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്നതായിട്ടാണ് അവിടെ വിവരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ആ ഒരു ഇതിൽ തന്നെ അർജുനൻ പറയുന്നുണ്ട്, കൃഷ്ണ, അങ്ങയുടെ ശാന്തമായ പുഞ്ചിരി എനിക്ക് വളരെയധികം ധൈര്യം നൽകി. അതെ, പലപ്പോഴും ഈ നിശബ്ദത വളരെയധികം ധൈര്യം നമ്മുടെ കൂടെയുള്ളവർക്ക് നൽകാറുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും നമ്മുടെ പങ്കാളിക്ക്, നമ്മുടെ മക്കൾക്ക് ചില സമയങ്ങളിലുള്ള നമ്മുടെ ഒരു നിശബ്ദത അവർക്കൊരു വളരെ ഒരു ധൈര്യമായിട്ട് അവരിലേക്ക് അത് എത്താറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സൈലൻസ് പലപ്പോഴും നമുക്ക് വലിയൊരു കമ്മ്യൂണിക്കേഷൻ ടൂളാണ് എന്നുള്ളത്. അതുപോലെ അടുത്ത പോയിന്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ടത് സൈലൻസ് ഫോർ ക്രിയേറ്റിവിറ്റി ആൻഡ് ഫോക്കസ്. പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ബഹളങ്ങൾ നമ്മളെ എപ്പോഴും ഡിസ്ട്രാക്ട് ചെയ്യും. നമ്മുടെ ഏകാഗ്രതയെ അത് പലപ്പോഴും നഷ്ടപ്പെടുത്താറുണ്ട്. വലിയ വലിയ ശാസ്ത്രജ്ഞരും അതുപോലെ തന്നെ എഴുത്തുകാര്, അല്ലെ, കവിതയായിക്കോട്ടെ, കഥയായിക്കോട്ടെ, അങ്ങനെ എഴുതുന്ന ആളുകൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ, നമ്മൾ പഠിക്കുമ്പോൾ, ഇവിടെയൊക്കെ ആ സമയങ്ങൾ നമ്മൾ എപ്പോഴും ഒരു ബഹളമയമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ മാറി ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആവുമ്പോഴാണ് അവിടെ പല പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. അതായത് നമ്മുടെ ഈ പല സയന്റിസ്റ്റുകളും പല കാര്യങ്ങളും കണ്ടുപിടിച്ചത് അവർ ഏകാന്തമായി ഇരുന്ന് വളരെ നിശബ്ദതയിലിരുന്ന് പ്രകൃതിയെ മനസ്സിലാക്കി, അല്ലെങ്കിൽ അവിടെയുള്ള നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മളെ തന്നെ മനസ്സിലാക്കി, അതുപോലെ തന്നെ പല ആശയങ്ങളിലേക്ക് പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാക്കാൻ പലപ്പോഴും നിശബ്ദതയ്ക്ക് സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സൊക്കെ പ്രത്യേകിച്ച് ഞാൻ പറയുന്നത്, വിദ്യാർത്ഥികളായി നമ്മൾ ഒരു ദിവസത്തിൽ ഒരു 5 മിനിറ്റ്സ് എങ്കിലും നമ്മൾ ഒരു സൈലൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറയണം. അങ്ങനെ ഈ സൈലൻസിലൂടെ അവർക്ക് അവരുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവരിൽ പുതിയ പുതിയ വളരെയധികം ക്രിയേറ്റീവായിട്ടുള്ള ആശയങ്ങൾ അവരിൽ ജനിപ്പിക്കാനും ഒക്കെ ഏതിലൂടെ സാധിക്കാറുണ്ട്? ഈ സൈലൻസിലൂടെ. അല്ലെ, ഒരു ക്ലാസ് എടുക്കുമ്പോൾ തന്നെ എല്ലാ കുട്ടികളോടും ഇങ്ങനെ വളരെ വളരെയധികം ബഹളം വെക്കുമ്പോൾ ആ ടീച്ചേഴ്സ് ചിലപ്പോൾ നല്ല വെൽ പ്രിപ്പയർഡായി വന്ന ടീച്ചറായിരിക്കാം, പക്ഷെ അവർക്ക് അവരുടെ ടോപ്പിക്ക് കറക്റ്റ് എഫക്റ്റീവായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിയാറില്ല. അപ്പോൾ അവിടെ ആദ്യം ആ ടീച്ചർ എടുക്കേണ്ടത് ക്ലാസ് മാനേജ്മെന്റ് ആണ്. ക്ലാസ് മാനേജ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സൈലൻസ് എന്ന് പറയുന്നത്. അവിടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കും, പക്ഷെ അതുപോലെ തന്നെ നമ്മൾ എന്താക്കണം, കുട്ടികളുടെ ആ ഒരു സൈലൻസും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നമ്മുടെ ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ചില സാഹചര്യങ്ങളിൽ പോവാറുണ്ട്. അതോടൊപ്പം നിശബ്ദത എന്ന് പറയുന്നത് എല്ലാവരും തന്നെ അത് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ്. കുട്ടികളാണെങ്കിലും നമ്മൾ ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കേണ്ടതാണ്. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് സൈലൻസ് എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റി
ക്രിയേറ്റിവിറ്റിയെ ഉണർത്താൻ നമ്മളിൽ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആണെന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തതായി നമുക്ക് ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് സൈലൻസ് ഇൻ റിലേഷൻഷിപ്പ്. എത്രത്തോളം ഓരോ ബന്ധങ്ങളിലും നിശബ്ദതയ്ക്ക് പ്രാധാന്യമുണ്ട് എന്നുള്ളത്. അതായത് സൈലൻസ് പല ബന്ധങ്ങളെയും വളരെ സ്ട്രോങ് ആക്കി നിർത്താൻ, ബന്ധങ്ങളുടെ അതായത് പലപ്പോഴും പല ബന്ധങ്ങളെയും ഇല്ലാതാക്കുന്നത് ഈ പലതരം ഉചിതമല്ലാത്ത വാക്കുകളാണ്. പെട്ടെന്നുള്ള എന്തെങ്കിലും എടുത്ത് നമ്മൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ അതിൻ്റെ മുന്നും പിന്നും നോക്കാതെ നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ അത് പലപ്പോഴും പല ബന്ധങ്ങളെയും ഇല്ലാതാക്കാറുണ്ട്. അങ്ങനെ ഉള്ള അതായത് അത് നമ്മുടെ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഫ്രണ്ട്സിൻ്റെ കേസിൽ, സുഹൃത്തുക്കൾക്കിടയിൽ, പിന്നെ പാരൻസും കുട്ടികളും രക്ഷിതാക്കളും കുട്ടികളും തമ്മിൽ ഇവിടെയൊക്കെ എന്താണ് അതായത് ഉചിതമല്ലാത്ത വാക്കുകൾ പലപ്പോഴും എന്തിനെ ഇല്ലാതാക്കാറുണ്ട്, ഇത്തരം ബന്ധങ്ങളുടെ ആഴത്തിലുള്ള വേരുകളെ നശിപ്പിക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ചില സാഹചര്യങ്ങളിൽ എല്ലാ വാദപ്രതിവാദങ്ങളും ചിലപ്പോൾ നമ്മൾ മൗനമായി കേൾക്കേണ്ടി വരും. നിശബ്ദതയിലൂടെ നമ്മൾ മറ്റൊരാളുടെ ഫീലിങ്സ് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാവുമ്പോൾ പല ബന്ധങ്ങളെയും ഒന്നുകൂടെ സ്ട്രോങ് ആക്കി നിലനിർത്താൻ നിശബ്ദതയ്ക്ക് സാധിക്കും. അത് വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ എത്രയോ ആളുകളുണ്ട് അല്ലെ, അവിടെ നമ്മളെ അനുഭവത്തിൽ തന്നെ നമുക്ക് കാണാം. പലപ്പോഴും ഇപ്പൊ എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ, ഞാൻ ഈ ഓണത്തിന്റെ തലേ ദിവസം നമ്മൾ ഹോസ്റ്റലിൽ നിന്നൊക്കെ വന്ന് അങ്ങനെ അപ്പോഴാണ് ഒരു ഫിലിമിന് പോകാൻ വേണ്ടി നേരത്തെ ബുക്ക് ചെയ്തായിരുന്നു, ചെറിയ ഓണത്തിന്റെ തലേ ദിവസം. ആ സമയത്താണ് ഹസ്ബൻഡ് ലേറ്റായി വന്നത്. 2 ദിവസം വെക്കേഷനൊക്കെ ആകുമ്പോൾ ഒരുപാട് വർക്ക് ഉണ്ടാവല്ലോ. പക്ഷെ അവിടെ എന്താണ് നമ്മൾ വെയിറ്റ് ചെയ്ത് വളരെ സത്യത്തിൽ വളരെയധികം ദേഷ്യം പിടിച്ച്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ മോളാണ് വളരെ കുട്ടികൾക്ക് വരുമ്പോഴല്ലേ കാണാൻ കഴിയുള്ളൂ. അപ്പോഴിപ്പോഴുള്ള ഒരു പുതിയ ഫിലിമാണല്ലോ. അങ്ങനെയുള്ള രീതിയിൽ അവർ വളരെ എന്താണ് കുറേയൊക്കെ സങ്കടം പറഞ്ഞ് കുറെ കരയാൻ അങ്ങനെയൊക്കെ ഉള്ള ഒരു ലെവലിലേക്കായി. അപ്പം ഹസ്ബൻഡ് വന്നപ്പോൾ ഹസ്ബൻഡിനെ കുറെ ആദ്യം എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ അദ്ദേഹം വളരെ സൈലന്റ് ആയിട്ട് മോളോട് ജസ്റ്റ് ഒരു സോറി പറഞ്ഞ് അങ്ങനെ അവിടെ നമ്മൾ 3 പേരും കൂടി ഒരേപോലെ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ അവിടെ നല്ല പ്രശ്നങ്ങളിലേക്ക് പോവായിരുന്നു. അതേസമയം അദ്ദേഹത്തിന്റെ ആ ഒരു സൈലൻസ്, ഏട്ടൻ വളരെ കൂളായിട്ട് സോറി പറഞ്ഞ് മോളെ ഇങ്ങനെ പറ്റിയതാണ് അങ്ങനെ പറഞ്ഞപ്പോഴും അത് മനസ്സിലാവുകയും അത് നമ്മൾ അടുത്ത ടൈമിലേക്ക് നമ്മളത് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ അത് ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ആയി. ഇതിപ്പോൾ നമ്മുടെ ലൈഫിൽ എല്ലായിടത്തും പല ഇതിൽ നടക്കുന്നതാണ്. ചില സമയത്ത് നമ്മൾ ഇതൊന്നും നോക്കാതെ, ഇതൊന്നും ഓർമ്മയില്ല, മനുഷ്യരല്ലേ. അപ്പോഴങ്ങനെയാകുമ്പോൾ ചെറിയ ചില പ്രശ്നങ്ങൾ പോലും വളരെ വലിയൊരു പ്രശ്നങ്ങളായി. എന്നിട്ട് ഞാൻ വിചാരിക്കും അന്നത്തെ ആ ഒരു ദിവസം അങ്ങനെ ഒരു പ്രശ്നങ്ങൾ കൂടുതലാവുകയാണ്, നമ്മുടെ എന്താ പറയാ ഒരു ഫെസ്റ്റിവൽ ഓണം എന്നുള്ള സംഭവം തന്നെ അവിടെ മോശമാകുമായിരുന്നു. അതായത് ദേഷ്യം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് അത് നമുക്ക് സോൾവ് ആക്കാൻ കഴിയില്ല. ചിലത് പിന്നെ പെട്ടെന്നൊക്കെ മറക്കുന്നവരുണ്ടാവും, ചിലത് നമ്മളതിങ്ങനെ കൂടുതൽ ഒരു പ്രശ്നങ്ങളിലേക്ക് പോവാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ പലപ്പോഴും നിശബ്ദത നമുക്ക് വളരെയധികം ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ടെക്നിക്കാണ്. ഓക്കെ, അതുകൊണ്ടാണ് ബന്ധങ്ങളിൽ സൈലൻസ് വളരെ മസ്റ്റാണെന്ന്, ചില സാഹചര്യങ്ങളിൽ വളരെ മസ്റ്റാണെന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, സൈലൻസ് ഇൻ ലീഡർഷിപ്പ്. എന്താണ് ലീഡർഷിപ്പിൽ സൈലൻസിന് പ്രാധാന്യമുണ്ടോ? പലപ്പോഴും നമ്മൾ കാണാറുള്ളത് വളരെ വലിയ രീതിയിൽ സംസാരിക്കുന്ന അല്ലെ ആ ഒരാളാണ് ലീഡർ. ഏറ്റവും പ്രധാന ക്വാളിറ്റിയാണ് ലീഡർഷിപ്പിൽ പ്രസംഗിക്കുക എന്നുള്ളതും അതുപോലെ സംസാരിക്കുക എന്നുള്ളതൊക്കെ. പക്ഷെ അതേപോലെ തന്നെ ആ ഒരു ലീഡർക്ക് വേണ്ട ഒരു പ്രധാന ക്വാളിറ്റിയാണ് സൈലൻസ് എന്നുള്ളത്. അതായത് എങ്ങനെ സൈലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാൾ ഒരു ലീഡറുടെ അനുയായികളെ
അവരുടെ എന്താണ് അനുയായികളുടെ അഭിപ്രായങ്ങൾ വളരെയധികം എന്താണ് ശാന്തതയോടുകൂടി അത് കേൾക്കാനുള്ള, അതായത് ഒരു ലീഡർ എപ്പോഴും നല്ലൊരു കേൾവിക്കാരനാവേണ്ടത് വളരെ പ്രാധാന്യമുള്ളതാണ്. എല്ലായ്പ്പോഴും അയാൾ എന്താണ് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും മാത്രമല്ല, പല അവസരങ്ങളിലും തൻ്റെ അനുയായികളുടെ അല്ലെ തൻ്റെ ഫോളോവേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ അറിയുകയും അതോടൊപ്പം അത് വളരെ ശാന്തതയോടുകൂടെ നല്ലൊരു കേൾവിക്കാരനാവാനും ഒരു ലീഡർക്ക് കഴിയണം. അതുകൊണ്ട് തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒരുപാട്, ഒരു ലീഡർഷിപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി തന്നെയാണ് വളരെ നിശബ്ദതയോടുകൂടി തൻ്റെ ആളുകളെ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് കൂടി ലീഡർക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ഈ സൈലൻസ് എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യമാണ്. അപ്പോൾ ഞാൻ നമ്മളൊരു ഇക്വേഷനിലൂടെയൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, സൈലൻസ് ഈസ് ഈക്വൽ ടു ഇന്നർ സ്ട്രെങ്ത്. സൈലൻസ് ഈസ് ഈക്വൽ ടു ഇന്നർ സ്ട്രെങ്ത്. സെക്കൻഡ് വൺ, സൈലൻസ് ഈസ് ഈക്വൽ ടു ഇമോഷണൽ സ്ട്രെങ്ത്. തേർഡ് വൺ, സൈലൻസ് ഈസ് ഈക്വൽ ടു കമ്മ്യൂണിക്കേഷൻ ടൂൾ. ഫോർത്ത് വൺ, സൈലൻസ് ഈസ് ഈക്വൽ ടു ക്രിയേറ്റിവിറ്റി. സൈലൻസ് is equal to creativity. പിന്നെ നെക്സ്റ്റ് വൺ, സൈലൻസ് ഈസ് ഈക്വൽ ടു സ്ട്രോങ് റിലേഷൻഷിപ്പ്. സൈലൻസ് ഈസ് ഈക്വൽ ടു ലീഡർഷിപ്പ്. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഇക്വേഷനിലൂടെ നമുക്ക് സൈലൻസിനെ അതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയാം. അപ്പോൾ വളരെ മൗനം അല്ലെങ്കിൽ നിശബ്ദത എന്നുള്ളതിൻ്റെ അത്രത്തോളം നമ്മൾ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു പ്രധാന ടൂള് തന്നെയാണ് ശരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ് ഇവിടെ നിശബ്ദതയുടെ പ്രാധാന്യത്തെക്കുറിച്ച്. കാരണം നിശബ്ദതയിലൂടെ നമ്മളായി തീരാൻ സാധിക്കും. നിശബ്ദത പലപ്പോഴും മനുഷ്യനെ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അതായത് പലപ്പോഴും നമ്മുടെ നിശബ്ദതയിലൂടെയാണ് ഒരാൾ അവരെ തിരിച്ചറിയുകയും അതോടൊപ്പം തന്നെ അവരുടെ ഉള്ളിലുള്ള കഴിവുകളെ മനസ്സിലാക്കുകയും അങ്ങനെ നമ്മളെ തന്നെ നിർമ്മിച്ചെടുക്കാൻ പലപ്പോഴും നിശബ്ദതയ്ക്ക് കഴിയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി ഒരു 5 മിനിറ്റെങ്കിലും എല്ലാ ബഹളങ്ങളിൽ നിന്നും നമ്മളൊന്ന് ഒഴിഞ്ഞു നിന്ന് നമ്മൾ നിശബ്ദതയുടെ സൗന്ദര്യം നമ്മളൊന്ന് ആസ്വദിക്കണം. ഇന്ന് നമ്മൾക്കറിയാം, എപ്പോഴും നമ്മൾ ഫോണിൽ മെസ്സേജുകൾ, അതിൻ്റെ അല്ല കോള്, ഇങ്ങനെ നമ്മൾ എപ്പോഴും നമുക്കറിയാം ഈ നമ്മളെ ഇങ്ങനെ പലതരം ചെറിയ ചെറിയ ശബ്ദങ്ങൾ പോലും പലപ്പോഴും ഡിസ്ട്രാക്ട് ചെയ്യാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നമ്മളെല്ലാം ഒന്ന് വിട്ട് ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ ഡെയിലി നിശബ്ദത പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നമ്മളിൽ വളരെ അധികം എനർജിയാണ് ഉണ്ടാക്കുന്നത്. അത് നമുക്കിപ്പോൾ രാവിലെ തന്നെ നമ്മൾ മെഡിറ്റേഷനിലൂടെ സാറിൻ്റെ സൗണ്ട് മാത്രം കേട്ട് ബാക്കി എല്ലാവരും സൈലന്റ് ആയിരുന്നപ്പോൾ എന്തൊരു ഭംഗിയുണ്ടായിരുന്നു. അവിടെ നമ്മൾ അനുഭവിച്ച ഒരു ഫീലുണ്ട്. ആ ഫീല് എന്ത് മനോഹരമായിരുന്നു. അതാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ പ്രയർ ആണെങ്കിലും അവിടെയൊക്കെ നമ്മൾ ആ ഒരു മനോഹരമായ ഒരവസ്ഥയെ നമ്മളെല്ലാവരും അനുഭവിക്കാറുണ്ട്. അതിൻ്റെ ആ ഒരു പ്രാധാന്യത്തെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ ഒരു ചെറിയൊരു മെസ്സേജ് ഞാനിവിടെ പാസ് ചെയ്തത്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ അവസാനമായി ഞാൻ ഒന്നുകൂടി നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സൈലൻസ് അല്ലെ നിശബ്ദത ഒരിക്കലും ഒരു ദൗർബല്യമല്ല, മറിച്ച് അത് മനുഷ്യന്റെ ഉള്ളിലുള്ള ശക്തികളെ തിരിച്ചറിയാനുള്ള വലിയ ഒരു പവറാണ്. അതായത് നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ ഒരു സൂപ്പർ പവറാണ്. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ
ഒരു വലിയൊരു അച്ചീവർ ആക്കാനും നമ്മളെ ഏറ്റവും നല്ലൊരു ലീഡറാക്കി മാറ്റാനും നമ്മളെ തന്നെ നമ്മുടെ ഹയസ്റ്റ് ലെവലിലേക്ക് എത്തിക്കാനുമുള്ള നല്ലൊരു ടെക്നിക്ക് കൂടിയാണ് നിശബ്ദത എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഞാൻ എൻ്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. Your smile is very nice, കേട്ടോ. ഹലോ. മാം നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു. നല്ല ചിരിച്ച് നന്നായിട്ട് പ്രസന്റ് ചെയ്തു. നല്ലൊരു ടോപ്പിക് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു. സജ്ജന മാം, ടോപ്പിക് കുറച്ച് അടിപൊളി സെഷൻ ആയിരുന്നു. ഓരോ പോയിന്റ്സും ശരിക്കും ഭയങ്കര നല്ല പോയിന്റ്സ് ആയിരുന്നു കേട്ടാ. കുറെ വേദവാക്യങ്ങളും ഒക്കെ അടിപൊളിയായിരുന്നു മൊത്തത്തിൽ. താങ്ക് യു സജ്ജന മാം. ഏതായാലും സത്യത്തിൽ ഞാൻ എപ്പോഴും എന്താണ് ഈ വിംബിളുടെ ഒരു ടീമിലേക്ക് എത്താൻ സാധിച്ചതിന് വളരെയധികം നന്ദി പറയാണ്. പലപ്പോഴും റെക്കോർഡഡ് ആണ് കേൾക്കാറുള്ളത്, ലൈവിൽ ഉണ്ടാവാറില്ല. പക്ഷെ ആ റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു എനർജി എല്ലാവരുടേതും ഒന്നിനൊന്നും മികച്ച ക്ലാസ്സുകളാണ്. ഫൈസൽ സാറിനോടും ആ ടീമിനോട് എനിക്കൊരു സങ്കടം എന്ന് പറഞ്ഞാൽ ഇത് തൃശ്ശൂർ ബേസ്ഡ് ആണല്ലോ. കോഴിക്കോടൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി എല്ലാവരും ഒന്ന് മീറ്റ് ചെയ്യാനും കാര്യങ്ങൾ കഴിയായിരുന്നു. ഞാൻ കോഴിക്കോടുള്ള ആളാണല്ലോ, അപ്പോൾ അതിന് സാധിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എല്ലാവരുടെയും മെസ്സേജിലൂടെ എത്ര മെസ്സേജുകൾ, അപ്പൊ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ഓപ്പൺ മെസ്സേജുകൾ ഇങ്ങനെ അയക്കാന്ന് പറഞ്ഞത് അറിയാത്ത ഒരാളാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ നിരന്തരം ആ മെസ്സേജുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ട്. എപ്പോഴും എല്ലാവരും അത്രയ്ക്കൊരു ബോണ്ടായിട്ട് നിലനിർത്തുന്നതൊക്കെ ഇത്തരം മെസ്സേജുകളാണല്ലോ, ഇത്തരം കമ്മ്യൂണിക്കേഷനുകളാണല്ലോ. അപ്പോൾ അതിൽ വളരെ ഒരു സന്തോഷമുണ്ട് ഈ ഒരു ടീമിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ. അതിന് ഫൈസൽ സാറോടും ഇതിലെ എല്ലാ മെമ്പേഴ്സിനോടും ഒരുപാട് നന്ദി. എല്ലാവരും തിരക്ക് തുടങ്ങിയിട്ടുണ്ടാവൂല്ലേ മോർണിംഗിന്റെ? നല്ല സെഷൻ ആയിരുന്നു മാം. എനിക്ക് സ്കൂളിലെ ടീച്ചർ ക്ലാസ് എടുക്കുന്നതാണ് ഓർമ്മ വന്നിരുന്നത്. അത് നല്ല ചിരിച്ച് മാമിന്റെ ക്ലാസ് തന്നെ ഒരു സൈലന്റ് മിണ്ടാതിരുന്ന് കേട്ടു പോകും. അങ്ങനെ സാധാരണ ഇപ്പൊ ഞാൻ ചില ക്ലാസ്സുകളൊക്കെ കേൾക്കാറ് എന്തെങ്കിലും സൈഡിൽ ചെയ്തുകൊണ്ടാണ്. പക്ഷെ ഇന്നത്തെ ഞാൻ എല്ലാം മാറ്റി വെച്ച് കേട്ടിരുന്നു പോയി. നല്ല സെഷൻ, നല്ല ടോപ്പിക്കും. താങ്ക് യു മാം. മാം ദിശ മാം പറയുന്നുണ്ടോ? വേണ്ട മാം പറഞ്ഞോ. ഞാൻ പറയാൻ വന്നതേ ആ ടോപ്പിക്കിന് പറ്റിയൊരു അപ്പിയറൻസ് അല്ലേ സാറ് പറഞ്ഞ പോലെ. ഹായ് മാം, വളരെ നല്ല സെഷൻ ആയിരുന്നു. ആക്ച്വലി ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, മൗനം വിദ്വാനും ഭൂഷണം എന്ന് പറയുന്നത്. ഞാൻ അത് ഓർത്തുണ്ടായിരുന്നു. ഏതൊരു ജ്ഞാനിയുടെയും ഒരു അലങ്കാരമാണല്ലോ മൗനം എന്ന് പറയുന്നത്. ഏറ്റവും നല്ല, അതായത് സംസാരിക്കുന്നതിനേക്കാളും നമ്മൾ ആ ഒരു മൗനം ആയിട്ടിരിക്കുമ്പം അതിന് ഒരുപാട് മീനിങ്സ് വരുന്നുണ്ടല്ലോ. അത് മാമിന്റെ ആ ഒരു ഇതിൽ ആ ഒരു ടോക്കിലൂടെ മീൻസ് കറക്റ്റ് ആ ഒരു ഡെഫിനിഷൻ കിട്ടി. ആൻഡ് മാം കാലിക്കറ്റ് എവിടെയാണ്? കാലിക്കറ്റ് മുക്കം. ഓക്കെ, ഞാന് കാലിക്കറ്റ് ആണ്. എവിടെയാണ്? ഞാന് കല്ലായി കഴിയണം, മീൻസ് അരിക്കാട് അറിയോ? പന്നിയാങ്കര. പന്നിയങ്കര, അരിക്കാട്. ഓ, ബേപ്പൂർ ഭാഗത്തേക്ക്. അതെ. ഓക്കെ, എനിവേ നൈസ് ടു മീറ്റ് യു. ഓക്കെ, നൈസ് ടു മീറ്റ്. കാണണം നമുക്ക്. അതെ, പല സെഷനിലും നേരിട്ട് വരാനൊക്കെ ആഗ്രഹം ഉണ്ടാവാറുണ്ട്. പക്ഷെ ഒക്കെ ആ തൃശ്ശൂർ ബേസ്ഡ് ആണ് തോന്നുന്നുണ്ട് അല്ലെ? അവിടെ ആവുമ്പോൾ നമുക്ക് അതിന് സാധിക്കുന്നില്ലല്ലോ. അതെ, എന്തായാലും നമുക്കൊരു ഗ്രാൻഡ് മീറ്റപ്പ് വെക്കണം. അതെ, അത് ഇടയ്ക്കൊന്ന് കോഴിക്കോടേക്കൊക്കെ വരണം സജ്ജ. കാലിക്കറ്റ് വെച്ചാൽ നമുക്കൊക്കെ വരായിരുന്നു. അത് ഞങ്ങൾക്കൊക്കെ നല്ലൊരു സൗകര്യമായിരുന്നു. കോഴിക്കോട്ടുകാരാന്ന് തോന്നുന്നുണ്ട് കേട്ടാ, മുൻപിലുള്ളവര് കൂടുതൽ കോഴിക്കോട്ടുകാരാന്ന് തോന്നുന്നുണ്ട്. ആണോ? ശരി. അങ്ങനെ തോന്നിയിട്ടുള്ളത്. അതാണ് കോഴിക്കോട്ടുകാരുടെ പവർ. ബ്രൗസർ കോഴിക്കോടല്ലായിരുന്നു അല്ലെ? അല്ല, എന്റെ വൈഫിന്റെ വീട് കോഴിക്കോടാണ്. മുക്കം ഞാൻ എപ്പോഴും പോകുന്ന സ്ഥലം. എന്റെ വീട് പെരിന്തൽമണ്ണയാണ്. നമ്മള് കോഴിക്കോട് പോകുന്നത് മുക്കം വഴിയാണ്.
എന്റെ സ്വന്തം വീട് കോഴിക്കോടാട്ടോ. ജിഷ മാം കോഴിക്കോട്. മെഡിക്കൽ കോളേജിന്റെ അടുത്ത. മെഡിക്കൽ കോളേജിന്റെ ആണോ? അടുത്താണ്. ഓക്കെ. വൈഫിന്റെ വീട് ആ. പറമ്പിൽ ബസാറാണ്. അതെ അല്ലേ? ആ, കേട്ടിട്ടുണ്ട്. കോഴിക്കോടുകാരുണ്ടല്ലേ കൂടുതല്? കൊറേ ഉണ്ട്, കോഴിക്കോടുണ്ട് അപ്പൊ. തൃശ്ശൂര് കുറവാ. അതെ, പ്രൊഫസറാണോ പെരിന്തൽമണ്ണയാണെന്ന് പറഞ്ഞ? റൌഫ് സാറ്. അതെ അതെ. എവിടെയാണ് നിങ്ങള്? ഞാൻ മേലാറ്റൂരാണ്. ആ ഓക്കെ ഓക്കെ. എന്റെ വീട് തിരൂർക്കാടാണ്. മേലാറ്റൂരൊക്കെ എനിക്കറിയാം. തിരൂർക്കാടൊക്കെ. നേരത്തെ ആരോ മൗനവ്രതത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു. അത് എങ്ങനെയാണ് ചെയ്യാറുണ്ടോ? അതിനെപ്പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? ആരോ പറഞ്ഞോന്ന് എനിക്ക് ആരോ ചാറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൗനവ്രതത്തിന്റെ. ഞാൻ ബോബി മാഷ് ഞാൻ ചെയ്യാറുണ്ടേ. അതായത് നമ്മളിപ്പം ഭയങ്കര ഡിഫിക്കൽട്ടാണ് നമുക്ക് ചെയ്യാനായിട്ട്. അതായത് എനിക്ക് തോന്നുന്നു ഈ നമ്മൾ ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുമ്പോൾ ഫുഡ് കൺട്രോൾ ചെയ്യുക എന്നല്ലേ ഇത്. പക്ഷെ നമുക്ക് ഒത്തിരി സിറ്റുവേഷൻസ് വരും ടോക്ക് ചെയ്യാനായിട്ട്. എന്നാലും അത്യാവശ്യ കാര്യങ്ങളിൽ മാത്രം വർത്താനം പറയും, ബാക്കി വർത്താനം പറയൂല. അത് ഭയങ്കര ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ് നമുക്ക്. പക്ഷെ അത് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് നമുക്കത് അങ്ങനെ ചെയ്യാനായിട്ട്. അത് ഒരു ദിവസമാണോ അങ്ങനെ? ഒരു ദിവസം മൗനവ്രതം എടുക്കണം അങ്ങനെയാണോ? അതെ 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 അതെ. നമ്മള് ഏത് ദിവസമാണ്? ഞാനിപ്പോ മൺഡേ, എല്ലാ മൺഡേയും ഫാസ്റ്റിംഗ് ആണ്. എല്ലാ സാറ്റർഡേയും അങ്ങനെ ചെയ്യും. അതായത് പക്ഷെ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് നമുക്ക്. ഇപ്പൊ ഇന്നിപ്പം പ്രദോഷാണ് കേട്ടോ. അപ്പൊ അത് ഹിന്ദുസിന് അറിയാം, അത് ഒത്തിരി നമുക്ക് പ്രാധാന്യമുള്ള ദിവസമാണ് ശനിപ്രദോഷം. അപ്പൊ ഇന്നിപ്പോ വർത്താനം പറയണ്ടെന്ന് വിചാരിച്ചാൽ നമുക്കൊരു സിറ്റുവേഷൻ ഉണ്ട്, ചോദിച്ചു അപ്പൊ ആൻസർ പറയണം, അപ്പൊ പറയും. അതുപോലെയുള്ള അത്യാവശ്യ ടൈമുകളിൽ നമ്മൾ വർത്താനം പറയും, അല്ലാത്ത സമയം സൈലന്റ് ആയിട്ടിരിക്കാൻ ശ്രമിക്കും. അങ്ങനെ. നല്ല മനസ്സിന് ഉറപ്പ് വേണം അല്ലേ? എന്തോ? അല്ല, മനസ്സിന് നല്ല ഒരു ഉറപ്പ് വേണം, അല്ലാതെ അത് സാധിക്കില്ലല്ലോ. അത് നമ്മൾ ശരിക്കും പ്രാക്ടീസിലൂടെ പറ്റൂ. അത് പെട്ടെന്നൊരു ദിവസം നമുക്ക് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ വർത്താനം പറഞ്ഞു പോകും. എന്നാലും അതൊരു നല്ല എക്സ്പീരിയൻസ്. അതായത് നമ്മളിങ്ങനെ ശ്രമിക്കുവാണല്ലോ. അതായത് ഒരാൾ നമ്മളോട് ദേഷ്യപ്പെടും, ചിലപ്പോൾ നമ്മളോട് ഭയങ്കര സ്നേഹമായിട്ട് വർത്താനം പറയും. അപ്പോഴൊക്കെ നമ്മൾ ഒരു ചിരിയിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെയോ അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ വീട്ടിലാരൊക്കെയുണ്ട് മാം? വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെ ഹസ്ബൻഡും മോളുമാരുമാണ് ഉള്ളത്. അവരോട് പറയുമായിരിക്കോ? പറയോ? അവർക്കറിയാം. അപ്പൊ നമുക്ക് ഒത്തിരി അങ്ങനെ പറയേണ്ടി വരില്ല. കഴിഞ്ഞ ദിവസം ഈ സോറി ഗാന്ധി ജയന്തിയുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, ഈ ഒരു ദിവസം മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞിട്ട്. ശരി. മിനിഞ്ഞാന്ന്. അതെ, ഒരു ദിവസം മൗനവ്രതം. എനിക്കറിയാവുന്ന കുറെ പേരെ കയ്യിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ അമൃതാനന്ദമയുടെ ഡിവോട്ടിയാണ് ഞാൻ. അപ്പൊ അവിടെ ആശ്രമത്തിൽ ഇങ്ങനെ എല്ലാ സാറ്റർഡേയും ബ്രഹ്മചാരികളോടുള്ള ഒരു ഇതാണ് ഇങ്ങനെ മൗനവ്രതം. അപ്പൊ അത് കുറെ പേര് അവിടെയൊക്കെ എല്ലാവർക്കും അത് പോസിബിൾ ആണല്ലോ. അവര് ഫാമിലി ലൈഫ് ഒന്നും അല്ല. അപ്പൊ അവരും വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ അതിങ്ങനെ വായിച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചത്. ഞാൻ ഫുള്ളി സക്സസ്ഫുൾ ഒന്നും അല്ല, എന്നാലും കുറെയൊക്കെ സാധിക്കും. അതെ. അങ്ങനെ ആകുമ്പോ മാം അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, മീൻസ് ഒരു എമർജൻസി സിറ്റുവേഷൻ ഒക്കെ അങ്ങനെ ആവുമ്പോഴെല്ലാം. അപ്പൊ അത്യാവശ്യം ഇപ്പൊ ഇന്ന് തന്നെ ഇപ്പൊ ഇത് ചോദിച്ചു, ആൻസർ പറഞ്ഞു, അതുപോലെ വർത്താനം പറയാറുണ്ട്. ആവശ്യമുള്ള ടൈമിൽ, അത്യാവശ്യ ടൈമിൽ വർത്താനം പറയും, മാക്സിമം പറയും. നമ്മളങ്ങനെ ശീലിച്ചാൽ നല്ലതായിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ വെറുതെ ആവശ്യമില്ലാണ്ട് സംസാരിക്കൂല അല്ലെ? പക്ഷെ അത് ആദ്യമേ നമ്മളെ ഏറ്റവും അടുത്തുള്ള ആളുകളോട് പറയേണ്ടി വരും, അല്ലെങ്കിൽ അവർക്ക് ഫീൽ ചെയ്യും എന്താ മിണ്ടാത്ത, ടെൻഷൻ ആണോ അല്ലേ? പൊതുവെ അങ്ങനെ അധികം സംസാരിക്കുന്ന ആളുകളൊക്കെ, പ്രത്യേകിച്ച് ഞാനൊക്കെ ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ പെട്ടെന്ന് ഫീൽ ചെയ്യണ്ടേ, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാ. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ആദ്യം ക്ലൂ കൊടുക്കേണ്ടി വരും അല്ലേ? ഉറപ്പായിട്ടും വേണം. നമ്മളിപ്പോ വീട്ടില് നമ്മള് നോയമ്പെടുക്കൂലേ, ഒരു മാസം മുസ്ലിംസ് നോയമ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാലോ. അതുപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ്, അവരോട് നമുക്ക് ഇൻഫോം ചെയ്യണം ഞാൻ ഇങ്ങനെയാണ് ഈ ദിവസം എന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മുഖത്ത് വരും കേട്ടോ അതിന്റെ ചേഞ്ചസ്. അതായത് നമ്മൾ ഇത് എടുക്കുമ്പം
അല്ലാതെ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് ശരി. അത് പഴയ ആളുകളൊക്കെ അങ്ങനെയാണല്ലോ. നമ്മൾ എല്ലാ പഴയ സ്റ്റോറീസ് ഒക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണല്ലോ അല്ലെ. ഈ അതെ വൃദ്ധത്തില് സൈലൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ഉണ്ടല്ലോ. അതെ. ഉം. ശരിക്കും നമ്മൾ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. നമുക്കൊരു കുഞ്ഞു ലൈഫല്ലേ ഉള്ളൂ. ആ ലൈഫിൽ ഞാൻ ഈ തിങ്കളാഴ്ച വ്രതം എല്ലാ മൺഡേയും ഇങ്ങനെ ചെയ്യും കേട്ടോ. അപ്പം സ്കൂളിലൊക്കെ പോകുമ്പോ ആദ്യം എന്നെ എല്ലാരും വഴക്ക് പറയും, ഇങ്ങനെ ഫുഡ് കഴിക്കാതിരുന്ന് വല്ലതും പറ്റിപ്പോകും എന്നൊക്കെ പറയും. എന്നുവെച്ചാൽ സ്കൂളിൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ഫുഡ് കഴിക്കാതിരിക്കല്ലേ, വെള്ളമൊന്നും കുടിക്കൂല. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും അറിയാം എന്ത് ഫംഗ്ഷൻ നടന്ന സ്കൂളിൽ ഇപ്പൊ ചിലപ്പോ നമുക്ക് എന്തെങ്കിലും ഭാഗമായിട്ട് ഫുഡൊക്കെ ഉള്ള ദിവസമായിരിക്കും. അപ്പോഴും നമ്മൾ കഴിക്കില്ല. ഇപ്പൊ എല്ലാവരും കുറെ വർഷമായിട്ട് ചെയ്യുന്ന, അപ്പൊ എല്ലാവർക്കും അറിയാം, ഓ ഇന്ന് കഴിക്കില്ലല്ലോ എല്ലോ എന്ന് പറയും. ഞങ്ങൾക്ക് അതെ. എല്ലാ ഈ ഇന്റർവെൽ ടൈമിലും മോർണിംഗ് ഇന്റർവെല്ലില് ഞങ്ങൾ സ്നാക്സ് ഓരോരുത്തർ ഓർഡർ ചെയ്ത് കഴിക്കും കേട്ടോ. അപ്പൊ അന്നത്തെ ദിവസം പറയും, ഓ ഇന്ന് വേണ്ടല്ലോ എന്ന് പറയും. അങ്ങനെ എല്ലാവർക്കും അറിയാം. പക്ഷെ അത് നമുക്കൊരു നല്ല എക്സ്പീരിയൻസാ. എല്ലാ മൺഡേയും ഇങ്ങനെ ആയി ഫീൽ ചെയ്യൂല നമുക്ക്. വിശക്കുന്നതായിട്ടേ തോന്നൂല. പക്ഷെ ട്യൂസ്ഡേ വരുമ്പോ ഇത്തിരി ഫീൽ ചെയ്യും കേട്ടോ. അന്ന് ഇത്തിരി കഴിക്കാനുള്ള ടെൻഡൻസി കൂടും. ക്ഷീണം ഉണ്ടാവും അല്ലെ കുറച്ചുകൂടി. ക്ഷീണം കാണൂല. പകരം നമുക്ക് ഇത്തിരി കൂടെ വെള്ളം കൂടുതൽ കുടിക്കാൻ തോന്നും, ഫുഡൊക്കെ കൂടുതൽ കഴിക്കാൻ തോന്നും. ക്ഷീണം ഇത്തിരിയും തോന്നൂല. താങ്ക് യു കേട്ടോ, എനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് തന്നതിന് പറയാൻ. എന്തായാലും മാമിന് നല്ലൊരു ഇൻഫർമേഷനാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ള ആൾക്കാരുണ്ടല്ലോ, ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ വെറുതെ കളിയാക്കിയിട്ട് പറയും, നീ മൗനവ്രതമാണോ അങ്ങനെയൊക്കെ വെറുതെ ഇങ്ങനെ കളിയാക്കിയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ അത് ചെയ്യുന്നതായിട്ടൊക്കെ ഇപ്പോഴാണ് അറിയുന്നത്. അത് ജെനുവിൻ ആണ് ഇപ്പോഴാണ് അറിയുന്നത്. ആക്ച്വലി കളിയാക്കുന്നതാണോ ഞാൻ കരുതിയത്. മൗനവ്രതം. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. എക്സ്ക്യൂസ് മീ, ഞാൻ ഒരു കാര്യം പറയട്ടെ. മാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മുഹമ്മദ് നബിയുടെ ഒരു കോട്ട് പറഞ്ഞല്ലോ, നിങ്ങള് ദേഷ്യം വരുമ്പോ സംസാരിക്കാതിരിക്കണം എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇപ്പൊ ഞങ്ങള് ഫാസ്റ്റിംഗ് എടുക്കുമല്ലോ. അപ്പൊ നമ്മള് നോമ്പ് എടുക്കുന്ന സമയത്ത് ആരെങ്കിലും നമ്മളെ അടുത്ത് എന്തെങ്കിലും കലഹത്തിനോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒഴിവാവാൻ നബി സ്വല്ലല്ലാഹു പഠിപ്പിച്ചിട്ടില്ല നമ്മളെ. അത് ഞാനും അറിയാം. എനിക്ക് കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് ശരി തന്നെയാണ്. അപ്പോഴും ശരിക്കും ആ സമയത്ത് പല വേണ്ടാത്ത സംസാരങ്ങളൊക്കെ കുറയ്ക്കല്ലോ. അപ്പൊ നമ്മുടെ ശരീരം മാത്രമല്ല നമ്മുടെ മനസ്സിനെയും നമ്മൾ നിയന്ത്രിക്കാൻ പഠിക്കണം എന്നാണ് പറഞ്ഞത്. നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഫാസ്റ്റ് ചെയ്യുന്ന സ്കൂളില് നമ്മൾ കുട്ടികളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാവുമല്ലോ. അപ്പം നമ്മൾ പറയും മറ്റേ കുട്ടിയോട്, എനിക്ക് നോമ്പായതിന്റെ ഭാഗ്യം, അതുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല എന്ന് പറയും. അപ്പൊ അത് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പറയുന്ന സൈലൻസ് ശരിക്കും സൂപ്പർ പവർ തന്നെയാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ, ഞാനിപ്പം നേരത്തെ സജ്ജാമ്മൻ പറഞ്ഞ പോലെ അത്യാവശ്യം സംസാരിക്കുന്ന ആളാണ്. എൻ്റെ വൈഫ് നേരെ ഓപ്പോസിറ്റാണ്, വളരെ കുറച്ചേ സംസാരിക്കുള്ളൂ. അപ്പം ഞങ്ങൾ തമ്മിൽ വഴക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വൈഫ് എന്ത് ചെയ്യുക വെച്ചാൽ ഒന്നുകിൽ എവിടെയെങ്കിലും പോയി ഇരിക്കും മിണ്ടാതെ. എൻ്റെ അടുത്തേക്ക് വരില്ല, എവിടെയെങ്കിലൊക്കെ പോയി ഇരിക്കുക ചെയ്യുക. പക്ഷെ എനിക്ക് ഈ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാലും, മുമ്പത്തെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്, അപ്പം തന്നെ പറഞ്ഞ് സെറ്റിലാക്കണം. അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോയി സംസാരിക്കുമ്പോൾ വൈഫ് പറയും, ഇപ്പൊ ഒന്നും മിണ്ടണ്ട, ഇപ്പൊ മിണ്ടിയ കൂടുതൽ വഷളാവുകയുള്ളൂ, രണ്ടാളൊന്ന് തണുക്കട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാന്ന് പറയും. പിന്നെ ഞാൻ ആലോചിക്കുമ്പോൾ വിചാരിക്കുക, അത് ശരിയാണ്. നമ്മൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കോൺഫ്ലിക്റ്റ് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. കാരണം രണ്ട് വ്യക്തികളല്ലേ. ഹസ്ബൻഡ് വൈഫ് മാത്രമല്ല, ആരാണെങ്കിലും രണ്ടുപേർക്കും രണ്ട് തരം വ്യൂ പോയിന്റ്സ് ആയിരിക്കും. കോൺഫ്ലിക്റ്റ് ഒരിക്കലും ഒരിടത്തും നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. രണ്ടുപേരും അവരുടെ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കോംപ്രമൈസ് ചെയ്യാനേ നടക്കുള്ളൂ. അപ്പം സംസാരിച്ചു തുടങ്ങിയ ഈ കോംപ്രമൈസ് ഒരിക്കലും നടക്കില്ല. നമ്മളിങ്ങനെ തർക്കിച്ച് പിന്നെ മാം നേരത്തെ പറഞ്ഞ പോലെ വേറൊരു രീതിയിലേക്ക് പോവുകയുള്ളൂ. അപ്പം ആ സമയത്തൊക്കെ ഞാനിപ്പോൾ ആലോചിക്കുമ്പം സൈലൻസ് ആണ് ഏറ്റവും നല്ല ഒരു പരിഹാരം എന്ന് പറയുന്നത്. മിണ്ടാതിരുന്ന് കഴിയുമ്പോൾ പൊതുവെ നമ്മുടെ ബ്രെയിൻ വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് ഫോക്കസ്ഡ് ആവും. അതിനുശേഷം എന്താണോ പറയാനുള്ളത് അത് പറയാം.
നല്ല ടോപ്പിക്കാണ് മാം എടുത്തത്. താങ്ക് യു. താങ്ക് യു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ആണ്. കൂടുതലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ സൈലന്റ് ആയി കഴിഞ്ഞാൽ അത്രയും, പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്കത് ചിലപ്പോൾ നമ്മളെ ഭാഗത്തും ഉണ്ടാവും, അതൊക്കെ കറക്റ്റ് മനസ്സിലാക്കാനും അത് കോംപ്രമൈസ് ആവാനും നല്ലൊരു ടൂളാണ് ഈ ഒരു സൈലൻസ് എന്ന് പറഞ്ഞാൽ അല്ലേ. നല്ല സെഷൻ ആയിരുന്നു. നല്ല പ്ലസന്റ് ഫേസിൽ കാണാൻ തന്നെ നല്ലൊരു ഇതുണ്ടായിരുന്നു. താങ്ക് യു മാം. താങ്ക് യു ഷജില മാം. ഇനി ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ മാം. ഓക്കെ മാം മൈൻഡ് അപ്പ് ചെയ്തോളൂ സജില മാം. താങ്ക് യു.